ആദ്യമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രവാസി പെൻഷൻ്റെ കാർഡ് എല്ലായിടത്തും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ എല്ലാ ആളുകളുടെടുത്തും ഉണ്ടായിരിക്കും. ഈ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മളൊക്കെ ഇതിൽ പേയ്മെൻറ്റ് അടക്കുന്നത്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ മാത്രം പോരാ, നിങ്ങളുടെ പ്രവാസി വെൽഫെയർ പെൻഷൻ വെബ്സൈറ്റിലെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം. കാരണം നമ്മൾ പെൻഷൻ പ്രായം എത്തിക്കഴിഞ്ഞാൽ പെൻഷന് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് മുഖാന്തരം മാത്രമാണ് നിങ്ങൾക്ക് പെൻഷന് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അറിഞ്ഞിരിക്കണം. യൂസർ നെയിം നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കാം. ഈ രണ്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പാസ്വേഡ് നിങ്ങൾക്ക് വളരെ ഈസിയായി റീസെറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, പഴയ നമ്പറാണ്, പുതിയ നമ്പർ നിങ്ങൾ മാറ്റിയ കാരണം പുതിയ നമ്പർ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ID അറിയാം, കൊടുത്ത ഇമെയിൽ ID അറിയാമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID വെച്ചിട്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നമുക്ക് തന്നെ വെബ്സൈറ്റിൽ കയറി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും.